എന്താണ് ഇനി കേരളത്തിൽ BJP ഈ 3 എന്നുള്ളത് അടുത്ത തവണ കൂട്ടാനായിട്ടുള്ള പദ്ധതികൾ എന്താണ്? BJPക്ക് നല്ല സാധ്യതയുള്ളത്. ഉം. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ തന്നെ ഏതാണ്ട് ഇടതുപക്ഷം പൂർണ്ണമായും ഇല്ലാതാകുന്നതിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. മിക്ക മന്ത്രിമാരും പരാജയപ്പെട്ടില്ല. അതെ, 13 പേര് 13 മരിച്ചു. ധിക്കാരത്തിനെതിരെയുള്ള കൃത്യമായ മറുപടിയായില്ലേ? ഇത് തന്നെയല്ലേ നേരത്തെ ബംഗാളിലും ത്രിപുരയിലും നമ്മൾ കണ്ടത്. ജനങ്ങളെ അവരോട് അവർ കാണിച്ചിട്ടുള്ള പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായി. സാധാരണ നമ്മളൊക്കെ ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാരെന്ന് കരുതുന്നവരാണ് നമ്മൾ. ഇവർ തിരിച്ചാണ് ഞങ്ങൾ യജമാൻ. ഇപ്പോൾ പഴയൊരു ജന്മു കുടിയാൻ വ്യവസ്ഥയുള്ള ഭരണമാണല്ലോ നടന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരില്ലാതാക്കുക, അത്തരത്തിലേക്ക് ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടത്. ആ ഒരു ഏകാധിപത്യ രീതി, അതിനെതിരെയുള്ള ഒരു ജനവിധിയാണ് നമ്മൾ കണ്ടത്. ഇതുതന്നെയാണ് ബംഗാളിലുണ്ടായത്. തങ്ങൾക്കിഷ്ടമുള്ളത് നടപ്പിലാക്കുക, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് നടപ്പിലാക്കാൻ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശബ്ദിച്ചാൽ ആ ശബ്ദം ഇല്ലാതാക്കുക. ഈ ഒരു ശൈലിക്കെതിരെയുള്ള മറുപടിയാണ് ജനം കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് LDFിൻ്റെ സമ്പൂർണമായ പതനം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. CPMൻ്റെ പ്രവർത്തകർ BJPയിലേക്ക് വരും. UDFിൻ്റെ ഭാഗമോ അവിടെയും വലിയ അസംതൃപ്തിയിലേക്ക് കാര്യങ്ങൾ പോകും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റുന്നില്ല. ലീഗാണ് എല്ലാം തീരുമാനിക്കുന്നത് ചിന്ത അവിടെയുണ്ട്. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും അസംതൃപ്തരായ അണികളും പ്രവർത്തകരും നേതാക്കന്മാരും സമീപകാലങ്ങളിൽ BJPയുടെ ഭാഗമായി തീരും. UDF അല്ല കോൺഗ്രസ്സിന് വലിയ സംഘടനാശേഷിയൊന്നുമില്ല. ഇപ്പോൾ എന്താ കിട്ടിയത്? പിണറായിക്കെതിരെയുള്ള വോട്ട് ആർക്ക് കിട്ടി? UDFിന് കിട്ടി. ഇവിടെ BJPക്ക് 3 സീറ്റ് കിട്ടി, നല്ല നേട്ടം ഉണ്ടാക്കി. ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനുണ്ട്. മറ്റെന്തിനുള്ളൂ? ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. വിന്നബിലിറ്റി തെളിയിച്ചു. അപ്പോൾ ഈ രണ്ടിനും പകരം BJP ഉണ്ട് എന്നൊരു ചിന്ത, മോദിജി ഉണ്ട് എന്നൊരു ചിന്ത കേരളത്തിൽ ആവുന്നുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് വരാൻ, ഞാൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസറിൻ്റെ സ്വീകരണത്തിൽ പറഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിൽ 3 എന്നുള്ളത് 73 ആകുമെന്ന്.